ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് ഞാൻ ബദാം അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഒരു കാര്യങ്ങൾ പറയാൻ വന്നതാണ്. ബദാം അല്ലെങ്കിൽ ആൽമണ്ട് എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ബദാം നമ്മുടെ ആരോഗ്യത്തിന് ഏതെല്ലാം വിധത്തിൽ ഉപകാരപ്പെടും എന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലൊരു ഹെൽത്ത് സപ്ലിമെൻ്റാണ്. ഈ ബദാമിൽ എന്താണ് ഇല്ലാത്തത്? നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, ദേഹത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ബദാം കഴിക്കാം. അതുമാത്രമല്ല, നമ്മൾ ബദാം ഏത് സമയത്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്നുകൂടി നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൽ 2 റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. ആൽമണ്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നതിനേക്കാൾ ഞാൻ അതിലെന്താണ് ഇല്ലാത്തത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ ബദാം നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. മെമ്മറി പവർ വളരെയധികം കൂട്ടും എന്ന് മാത്രമല്ല, ഏജ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നിറയെ പ്രോബ്ലംസ്, ഓർമ്മക്കുറവ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനൊക്കെ ഈ ബദാം കഴിക്കണത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഇതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും സെൽ ഡാമേജ് ഇല്ലാണ്ടാക്കാനും ഒക്കെ ഈ ബദാം വളരെ നല്ലതാണ്. പിന്നെ അതേമാതിരി തന്നെ ഇൻഫ്ലമേഷൻ, നമ്മുടെ ദേഹത്ത് പലവിടെ ഇടയ്ക്കിടയ്ക്ക് വീക്കങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വരുമല്ലോ, അതൊക്കെ അങ്ങനെ ഇല്ലാണ്ടാക്കാൻ ഇത് നല്ലൊരു സാധനമാണ്. എന്ന് മാത്രമല്ല, ഇതിന് നല്ലൊരു പ്രതിരോധ ശക്തിയുണ്ട്. രോഗപ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഫൈബർ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡൈജഷൻ കൂട്ടാൻ വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കും. ഇത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മളുടെ LDL കുറയ്ക്കും, HDL കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയാൻ എന്തുകൊണ്ടറിയോ ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് എന്ന്? നമ്മൾ ഈ 2 മീൽസിൻ്റെ ഇടയിൽ കുറച്ച് ഒരു 3-4-5 ബദാം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് വരില്ല. അത് സ്ലോ ഡൈജഷനാണ്. അപ്പോൾ വളരെ നല്ലതാണ്. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, അയേൺ, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, അങ്ങനെ പലതും. അയേൺ ഉള്ളത് കൊണ്ട് വളർച്ച തടയും. കാൽഷ്യം ഉള്ളത് കൊണ്ട് പല്ലിന്, എല്ലിന്, നമ്മുടെ ദേഹത്തിന്, സ്കിന്നിന് ഒക്കെ വളരെ നല്ലതാണ്. മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് ധാരാളം കഴിക്കാം. എന്താ വെച്ചാൽ അത് ഷുഗർ കുറയ്ക്കുന്ന ഒരു ഏജൻ്റാണ് അതിലുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതൊന്ന് എന്താണെന്നറിയോ? നമ്മൾ ഇത് എപ്പോഴും കഴിക്കുമ്പോൾ സോക്ക് ചെയ്തിട്ട് കഴിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 8 to 12 hours സോക്ക് ചെയ്യുക. കുറച്ച് ബദാം എടുത്ത്, കുറച്ച് ധാരാളം ബദാം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ എടുത്തിട്ട് നമുക്കതിനെ ആദ്യം സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആദ്യം വെറുതെ ഒന്ന് റിൻസ് ചെയ്യുക, പക്ഷെ ഒന്ന് വെറുതെ കഴുകുക. അത് കഴിഞ്ഞിട്ട് അത് കുതിർത്തി കഴിഞ്ഞിട്ട് രാവിലെ എണ്ണീട്ടിട്ട് ഒന്ന് നന്നായി കഴുകിയിട്ട് നമ്മളൊരു നല്ലോണം അതിനെ ഒന്ന് നല്ലോണം തുടച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ദിവസം വന്നെടുത്ത് കുറച്ച് കഴിച്ചാൽ മതി. അതേമാതിരി തന്നെ അതിൻ്റെ തൊലി നീക്കിയിട്ട് അതിനെ പൊടിച്ചിട്ട് നമുക്ക് സാലഡിൽ, സ്മൂത്തീസിൽ, ഡ്രിങ്ക്സിലൊക്കെ ഇടാം. ടേസ്റ്റും കൂട്ടും, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ ഇത് സോക്ക് ചെയ്തിട്ട് കഴിക്കണം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതിൽ ഫൈറ്റിക് ആസിഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ബദാമിൽ ഈ ഫൈറ്റിക് ആസിഡ് എന്ന കോമ്പൗണ്ട് ആ ബദാമിലുള്ള പല പല മിനറൽസിൻ്റെ ഗുണങ്ങളെ ഇല്ലാണ്ടാക്കും. അപ്പോൾ അതേമാതിരി അതിനെ മുളപ്പിച്ച് കഴിച്ചാലും വളരെ നല്ലതാണ്. മുളപ്പിച്ചാൽ അതിൻ്റെ ന്യൂട്രിയൻസ് വളരെയധികം കൂടും. നമ്മൾ സോക്ക് ചെയ്തൊരു 8-9 മണിക്കൂർ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടോ അതിൽ നിറയെ മുള വരും. ഇങ്ങനെ മുളപ്പിച്ച് അതിൻ്റെ മുള വന്നത് കഴിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് വളരെയധികം കൂടും. പിന്നെ അതേമാതിരി തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം നഷ്ടപ്പെടില്ല. ഈ എൻസൈമാണല്ലോ നമ്മുടെ ഡൈജഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എൻസൈമിനെ അത് ആക്ടിവേറ്റ് ചെയ്യും നമ്മൾ സോക്ക് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്.
പിന്നെ ഇതിനെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഏതിൽ വേണമെങ്കിൽ നമുക്കിടാം. ബദാം പൗഡർ നമുക്ക് വളരെയധികം ഇതിനെ സോക്ക് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്തിട്ട് ഒന്ന് വെറുതെ പാനിൽ ഫ്രൈ ചെയ്തിട്ടേ നമ്മളിതിനെ പൊടിച്ച് ഒരു ബോട്ടിലാക്കി വെച്ചാൽ ഈ ബദാം മിൽക്കൊക്കെ എല്ലാവരെയും പോയുമ്പോൾ നമ്മൾ കഴിക്കണം കാണണ്ടല്ലോ, അങ്ങനെ അത് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാഫ്രോൺ ഇടാം, കുങ്കുമം കൂടാം, അപ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാം. സാഫ്രോൺ ഇട്ട് കഴിക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയണേ. ബദാം മിൽക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെ തന്നെ പൊടിച്ച് നമ്മൾ ജാറിലിട്ട് പൊടിച്ചിട്ടാണല്ലോ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ബദാം മിൽക്ക്, ആൽമണ്ട് മിൽക്ക് ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത് കേട്ടോ. അതിൻ്റെ കൂടെ വല്ല ഫ്രൂട്ട്സ്, മാങ്ങയോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇട്ട് അടിച്ചിട്ട് കഴിച്ചാൽ നല്ലൊരു ഡ്രിങ്കാണ്, ഹെൽത്തിനും നല്ലതാണ്, ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒരു 2 ഡ്രിങ്ക്സ് കഴിക്കാൻ എങ്ങനെയാണ് എന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് വെജിറ്റേറിയൻസിന് വളരെ നല്ലതാണ്. എന്താ കാരണം വെച്ചാൽ അവർ ഈ നോൺ കഴിക്കാത്തതുകൊണ്ട് പ്രോട്ടീൻ അവർക്ക് അധികം കിട്ടില്ല. ഈ ചിക്കൻ മീറ്റൊന്നും കഴിക്കാത്തവർക്ക്, ഈ വേഗനായിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റാണ്. അതിനെ വെറുതെ സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതേമാതിരി ദിവസവും വല്ല സ്മൂത്തിയോ സാലഡ്സിലോ ഒക്കെ ഇട്ടിട്ട് കഴിക്കാം. അപ്പോൾ അതുകൂടി പറയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിന്, നമ്മുടെ സ്കിന്നിൽ ഈ തണുപ്പ് കാലത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫ്ലേക്സൊക്കെ വരും. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരിലും ഇവിടെ നമ്മുടെ ഈ മഞ്ഞുകാലത്തൊക്കെ പാലക്കാട് തന്നെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മുഖത്തേക്ക് ഈ വിള്ളൽ വരും, ചുണ്ടിലും മുഖത്ത് കവിളിലുമൊക്കെ അങ്ങനെ ഒരു ഡാർക്ക് പാച്ച് മാതിരിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ബദാം, ഈ തൊലി കളഞ്ഞ ബദാം ഉണ്ടല്ലോ, അതിനെ പാൽപ്പാടിയിലിട്ട് നന്നായി അരച്ചിട്ട് അത് സ്കിന്നിൽ ഇടയിൽ ആഴ്ചയിൽ 2-3 ദിവസം തേച്ചാൽ നല്ലൊരു ഓയിലി ഇഫക്റ്റാണ് കിട്ടുക. അപ്പോൾ സ്കിന്ന് വെളുക്കുകയും ചെയ്യും. ഈ വിള്ളൽ കൊണ്ടുള്ള നമ്മുടെ ആ മുഖത്തുള്ള വലിയലും വേദനയൊക്കെ പോകും. അപ്പോൾ ഒരു സ്കിന്നിന് നല്ലൊരു ഇതാണ്. പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല ഞാൻ പറയണേ. ഞാൻ പറയുന്നത് ഇത് നല്ലൊരു സ്കിന്നിന് കൂടി നല്ലൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ കണ്ണിന് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് എനിക്ക് അറിയുന്ന ഒരാൾക്ക് വന്നതുകൊണ്ടും അവർക്ക് ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്തു. ഇത് ഡെയിലി കഴിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കണ്ണിന് നല്ലതാണ്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. അപ്പോൾ അവരെന്താ പറഞ്ഞറിയോ, കുറച്ച് ബദാമ്പ്, കുറച്ച് വാൾനട്ട്, സൺഫ്ലവർ സീഡ്, മെലൻ സീഡ്, ഇതെല്ലാം കൂടി കഴിക്കണം. പംകിൻ സീഡ്, ഈ 5 എണ്ണമാണ് അവർ പറഞ്ഞത്. അതിൽ ബദാം ആൻഡ് വാൾനട്ട് ഇത്തിരി കൂടുതൽ കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങനെ വെറുതെ കുറച്ച് ഒരു പിടി തിന്നണം എന്നാണ് അവർ പറയണത്. പിടി തിന്നാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഡേറ്റ്സിൻ്റെ കൂടെ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബോൾസാക്കി വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. എല്ലാ പൗഡറും കൂടെ ക്രഷ് ചെയ്ത് ഡേറ്റ്സിൻ്റെ കൂടെയൊക്കെ മിക്സ് വെച്ചിട്ട് ഡെയിലി ആയിട്ട് ഒരു ബോൾ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്, ഒരു ഉണ്ട. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ബദാം എല്ലാം പൊടിച്ചു. നന്നായി പൊടിച്ചാൽ മാത്രമേ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലോണം പൊടിയണം. പൊടിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിനെ ഒന്ന് നിങ്ങൾ അരച്ച് നോക്കൂ. നല്ല തിക്കായിട്ടുള്ള ആൽമണ്ട് മിൽക്ക് കിട്ടും. ഈ ആൽമണ്ട് മിൽക്ക് പലതിനും ഉപയോഗിക്കാറുണ്ട്, റെസിപ്പീസിൽ ഉപയോഗിക്കും. ചിലവർ പാൽ ഉപയോഗിക്കില്ലല്ലോ, വേഗനായവർക്ക് പാൽ വേണ്ട, അപ്പോൾ അവർ ഈ ആൽമണ്ട് മിൽക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ആൽമണ്ട് മിൽക്ക് പ്രിപ്പയർ ചെയ്തു. അതിൽ ആ കുതിർത്തി വെച്ച ബദാം ഇട്ടു, 1/4 കപ്പ് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നല്ലൊരു ആൽമണ്ട് മിൽക്ക് പ്രിപ്പയർ ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു 2-3 ഡേറ്റ്സ് എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, നല്ല ഡേറ്റ്സ് എടുക്കുക. ഏത് ഡേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനെ നമുക്ക് ആ ആൽമണ്ട് മിൽക്കിലിട്ടിട്ട് ഈ 3 2 എടുക്കുക കേട്ടോ. എന്നിട്ട് ഫോർ ഫ്ലേവർ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം.
ഇപ്പം ഞാനിതിങ്ങനെയാണ് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ഏലക്ക പൊടിയും ചേർത്തിട്ട് ആ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് ബീറ്റ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡ്രിങ്ക് കിട്ടും. വളരെ ഹെൽത്തിയാണ്, വളരെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ അതിൽ കുറച്ച് ഏലക്ക പൗഡർ പൊടിച്ച് വെച്ചതും ആഡ് ചെയ്യാണ്. എന്നിട്ട് അതെല്ലാം കൂടി നിങ്ങൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കപ്പിലാക്കി കഴിക്കും. ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് വളരെ നല്ലൊരു. ഇനി നമുക്ക് രണ്ടാമതൊന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ? ആ ആൽമണ്ട് മിൽക്കിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റുക അറിയോ? കുറച്ച് തേൻ ആഡ് ചെയ്തിട്ട് സെഫ്രോൺ ആഡ് ചെയ്യുക. ബദാം മിൽക്ക് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ബദാം മിൽക്ക് ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യണത് വളരെ പ്രധാനമാണ്. ചൂടായിട്ടും തണുപ്പായിട്ടും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ എന്തിലും നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതല്ലോ ഒന്ന്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് 2 സ്ട്രാൻഡ്സ് ഓഫ് സെഫ്രോൺ ഇടുകയാണ് കേട്ടോ. ഈ സെഫ്രോൺ പക്ഷേ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഇട്ടാലാണ് നല്ല കളറ് കിട്ടുക. പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 2-3 സ്ട്രാൻഡ്സ് സെഫ്രോൺ ഇട്ടു. എന്നിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് തേൻ ആഡ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം തേൻ ആഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഞാനതിലേക്ക് ഇപ്പോൾ കുറച്ച് ഏലക്കായും ചേർത്തു, സെഫ്രോൺ ഇട്ടു. എന്നിട്ട് ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ് തേൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കൂ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രിങ്കാണ്. സെഫ്രോണിന് കളറ് കിട്ടും, പക്ഷേ നമുക്കതിന് നല്ലൊരു മണവും കിട്ടും. പക്ഷേ ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫ്രൂട്ടിൻ്റെ പൾപ്പൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒന്ന് ഡേറ്റ്സ് വെച്ചിട്ട് ഷേക്കും, ഒന്ന് ജസ്റ്റ് ഹണി ആൻഡ് സെഫ്രോൺ കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ 2 ഡ്രിങ്ക് നിങ്ങൾ കണ്ടുവല്ലോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഈ രീതിയിലല്ലാണ്ട് നമുക്ക് നല്ല ഓട്സ്, ആൽമണ്ട് മിൽക്കിൻ്റെ കൂടെ വളരെ ഹെൽത്തിയാണത്. റോൾഡ് ഓട്സാണ് നല്ലത്. ഓട്സിനെ ഒന്ന് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ സോക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതേമാതിരി തേനൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുക. ആൽമണ്ട് ഡെയിലി കഴിക്കാൻ ഉൾപ്പെടുത്താൻ നോക്കുക. ഇത് രണ്ടും നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഫ്രം സുധാ മേനോൻ. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം സുധാ മേനോൻ.